1000-1200 ലിറ്റർ പാല് പെർ ഡേ കിട്ടുന്നുണ്ട്, 2 നേരം കൂടെ. പഞ്ചാബ് പശുക്കൾക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്നത്. അവർക്കൊരു 20-22 ലിറ്റർ ആവറേജ് പാല് കിട്ടും നമുക്ക്. ആ സെക്ഷൻ വന്നിട്ട് കുട്ടികളുണ്ട്, ചനപ്പശുക്കളുണ്ട്, കുട്ടികളിൽ നിന്ന് ചന പിടിപ്പിക്കാറായി നിൽക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ സെക്ഷൻ തിരിച്ച് നിർത്തിയിരിക്കും. രാവിലെ 2:30 ആകുമ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. 2:30 ആകുമ്പോൾ പണിക്കാർ വന്നു കഴിഞ്ഞാൽ ക്ലീനിങ് കഴിഞ്ഞിട്ട് മിൽക്കിങ് സ്റ്റാർട്ട് ചെയ്യും. 5 മണിയാകുമ്പോഴത്തേക്ക് മിൽക്കിങ് കഴിയും. മിൽക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീറ്റ ഇട്ട് കൊടുക്കും. തീറ്റ ഇട്ടതിന് ശേഷം അടുത്ത ചെയ്യുന്നത് വൈക്കോൽ ഇട്ട് കൊടുക്കുക. രാവിലെ നമ്മൾ വൈക്കോലാണ് എല്ലാ പശുക്കൾക്കും കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ വന്നിട്ട് ചനപ്പശുക്കളെയും കുട്ടികളെയും ഐഫർ കാപ്സിനെ എല്ലാത്തിനെയും വന്നിട്ട് നമ്മൾ ഗ്രേസിങ്ങിന് വിടും. അവരൊരു 2 മണിക്കൂർ നമ്മൾ ഗ്രേസിങ്ങിന് വേണ്ടി എക്സസൈസിന് വേണ്ടിയിട്ട് വിടും. പിന്നെ വന്നിട്ട് ചെയ്യുന്നത് പകൽ ക്ലീനിങ് കാര്യങ്ങൾ, ബ്രഷ് ചെയ്യൽ, അതൊക്കെയാണ് പകൽ നടക്കുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ കറവ് വരുന്നത് ഉച്ചയ്ക്ക് 1:30-ക്കാണ് മിൽക്കിംഗ് ടൈം സ്റ്റാർട്ട് ആവുന്നത്, ഉച്ച കഴിഞ്ഞത്തേത്. അതൊരു 3 മണിയൊക്കെ മുന്നേ മിൽക്കിങ് കഴിയും. മിൽക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷെഡ് കഴുകൽ, ഈ മാറ്റി മറിച്ചിട്ട് ക്ലീൻ ചെയ്യൽ, ഈ പണികളൊക്കെയാണ് പ്രോപ്പറായിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നടക്കുന്നത്. അതിനുശേഷം നമ്മൾ വൈകുന്നേരം കൊടുക്കുന്നത് സൈലേജ് ആണ് കൊടുക്കുന്നത്. സൈലേജ് എല്ലാ പശുക്കൾക്കും സൈലേജ് കൊടുക്കുന്നുണ്ട്. അതിന് സൈലേജ് കൊടുത്തതിന് ശേഷം പിന്നെ വന്നിട്ട് ഈ പശുക്കൾക്ക് നമ്മൾ ഈ ഈച്ച വരാതിരിക്കാനെ കൊണ്ട് നമ്മൾ വേപ്പെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ പശുക്കൾക്കും. അതുകൊണ്ടാണ് ഈ ഫാമിനകത്ത് നമുക്ക് ഈച്ചയുടെ ശല്യം ഇല്ലാത്തതിന് കാരണം അതാണ്. എല്ലാ പശുക്കൾക്കും നമ്മൾ വേപ്പെണ്ണ തേച്ച് കൊടുക്കും. അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പശുക്കൾ നമുക്ക് പഞ്ചാബ് പശുക്കളാണ് കൂടുതലുള്ളത്. പിന്നെ സേലം പശുവുണ്ട്, കൃഷ്ണഗിരി ഉണ്ട്, വാഗമൺ പശുക്കളുണ്ട്. കൂടുതലും പശുക്കൾ പഞ്ചാബ് പശുക്കളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അങ്ങനെ പശുക്കളെ എടുക്കും, കുട്ടികളെ എടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യമൊക്കെ എടുത്തുകൊണ്ടിരുന്നത് കടിഞ്ഞൂൽ പശുക്കളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് നമ്മൾ മാറിയിട്ട് 2ാം പ്രസവം 3ാം പ്രസവത്തിലുള്ള പശുക്കളെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ആവറേജ് ഒരു പശുവിന് ഒരു 15-18 ലിറ്റർ ആവറേജ് വരുന്നുണ്ട്. നമുക്കിവിടെ കുറച്ച് പശുക്കൾക്ക് 25-30 ലിറ്റർ കിട്ടുന്ന പശുക്കളുണ്ട്. നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന്റെ ഒക്കെ പ്രശ്നം കൊണ്ടായിരിക്കാം നമുക്ക് അത്രയും ലിറ്റർ കിട്ടുന്നില്ല. ഒരു 29 ലിറ്റർ വരെ കിട്ടുന്ന പശുക്കൾക്ക് നമ്മുടെ ഫാമിലുണ്ട്. നമ്മളിവിടെ കണ്ടിന്യൂസ് പശുക്കളെ ചന പിടിപ്പിക്കുന്ന കാരണം നമ്മളൊരു 5 പ്രസവം 6 പ്രസവം വരെ നിർത്താറുള്ളൂ. ഇത് ഫുള്ള് കറവ് പശുക്കളാണ്. ഈ സെക്ഷനിൽ കാണുന്ന ഫുള്ള് കറവ് പശുക്കളാണ്. ഇതിപ്പം രാവിലത്തെ അതെ അതെ, ഇവരിപ്പോ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് റെസ്റ്റിന് കിടക്കുവാണ്. ഒരു 1:30 ആകുമ്പോഴത്തേക്ക് ഇനിയിപ്പോ അടുത്ത മിൽക്കിംഗ് ടൈം സ്റ്റാർട്ട് ആവും. അതെ അതെ. പശുവിന്റെ മാത്രമായിട്ട് നമുക്കിപ്പോ ഇതിന്റെ കപ്പാസിറ്റി വന്നിട്ട് ഒരു 180 പശുക്കളോളം കെട്ടാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഷെഡാണ്. ഇപ്പൊ നമുക്ക് 150 പശുക്കളോളം നിലവിലുണ്ട് ടോട്ടൽ പശുക്കൾ. അതെ 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 അതെ. അതെ, ഫാനുണ്ട്. അതുപോലെ തന്നെ ചൂട് കൂടുന്ന സമയത്ത് നമ്മൾ മിസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതെ, ഇതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ടായ കുട്ടികളാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പാല് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോ ഇവിടെ ഉണ്ടായിട്ടുള്ള നമ്മള് ഇൻസെമിനേഷൻ ചെയ്ത് കുത്തിവെച്ച കുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം. അതിൽ നമ്മളിപ്പോ കുറച്ച് പശുക്കളെ നമ്മൾ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പശുക്കൾക്ക് ഇപ്പൊ നമുക്ക് ആവറേജ് പാല് 15-17 കിട്ടുന്നുണ്ട് ആവറേജ്. നമുക്കിവിടെ കൂടുതൽ HF പശുക്കളാണ് ഉള്ളത്. അതെ അതെ അതെ, പാല് കിട്ടുന്നത് നല്ലതാണ്. പക്ഷെ അത് നമ്മൾ നല്ലപോലെ നോക്കി നടത്തണം, അതാണ് അതിന്റെ മെയിൻ ഇത്. അസുഖങ്ങൾ ഈ ഹൈബ്രിഡ് പശുക്കൾക്ക് നമ്മൾ നല്ലപോലെ നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അസുഖങ്ങൾ കൂടുതൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ക്രോസ് ബ്രീഡ് ആകുമ്പോൾ നമുക്ക് അത്ര നോട്ടം എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ മൊത്തത്തിൽ പണിക്കാരുള്ളത് 12 പണിക്കാരാണ് നമുക്കിപ്പോ മൊത്തത്തിൽ ഇവിടെ ഉള്ളത്. അവർക്ക് 2 ഷിഫ്റ്റ് ആണ്. ഒന്ന് മിൽക്കിംഗ് ഷിഫ്റ്റുകാര് വെളുപ്പിനെ 2:30-ക്ക് വരും. 2:30-ക്ക് വന്നു കഴിഞ്ഞാൽ അവർ രാവിലെ 7 മണിയാകുമ്പോൾ അവർ ഷിഫ്റ്റ് കഴിഞ്ഞ് പോകും. പിന്നെ അവർ വരുന്നത് 1:30-ക്കാണ് വരുന്നത്. മിൽക്കിംഗ് ടൈമിന് വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 7 മണി വരെയാണ് അവരുടെ ഡ്യൂട്ടി. പിന്നെ പകൽ ഷിഫ്റ്റുകാർ വൈകുന്നേരം 7 മണിക്ക്, രാവിലെ 7 മണിക്ക് വന്നാൽ വൈകുന്നേരം 7 മണി വരെയാണ് അവരുടെ മിൽക്ക് ടൈം വരുന്നത്. അതെ അതെ. ഇപ്പൊ നമ്മൾ 2 നേരം സൊസൈറ്റിക്കാണ് കൊടുക്കുന്നത്. 2 നേരം സൊസൈറ്റി ആവറേജ് നമുക്കൊരു 45 രൂപ ആവറേജ് 1 ലിറ്റർ പാലിന് നമുക്ക് കിട്ടുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഒരു ആവറേജ് രീതിയിൽ പോകുന്നുണ്ട്. അത്ര നഷ്ടമില്ലെന്ന് പറയാൻ പറ്റില്ല. ചില മാസങ്ങളിൽ നഷ്ടം തന്നെയാണ്. നഷ്ടം വരുന്നുണ്ട്. അതെ, നഷ്ടം വരുന്നുണ്ട്. അതിപ്പോ നമ്മൾ അതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ നോക്കാനൊക്കെ ഉണ്ടാവും. അതെ അതെ, ബ്രാൻഡ് ചെയ്ത് ചെയ്യാനെ കൊണ്ടുള്ള ഇതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ 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 അതെ, പാക്കറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നതാണ്. അതെ അതെ അതെ.